തേർഡ് ഐ വിസ്പേഴ്സ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കുന്നത് 2025 ജൂലൈ മാസം ക്യാൻസറിന് വേണ്ടിയുള്ള ഒരു ജനറൽ റീഡിംഗ് ആണ്. ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ക്യാൻസറിനായിട്ട് ഈ മാസം കിട്ടിയ കാർഡുകൾ: പേജ് ഓഫ് കപ്സ്, ദ എംപ്രസ്, 3 of Wands, 4 of Cups, 8 of Swords and Clarifier, Knight of Wands. ജൂലൈ മാസം ക്യാൻസറിന് വൈകാരികമായ മടുപ്പിൽ നിന്നും ഊർജ്ജസ്വലമായ ഒരു മൂവ്മെൻറ്റിലേക്കുള്ള ഒരു ഷിഫ്റ്റിംഗ് ആണ്. തുടക്കം ഒരുതരം ആശയക്കുഴപ്പം, മനസ്സിനൊരു തളർച്ച എന്നിവയൊക്കെ ആണെങ്കിലും മാസാവസാനം നൈറ്റ് ഓഫ് വാൺസ് വരുന്നത് നിങ്ങളെ കുറച്ചുകൂടി വ്യക്തമായ കാഴ്ചപ്പാടിലേക്ക് നയിച്ചുകൊണ്ടാണ്. അതായത് ആദ്യത്തെ ഒരു ആശയക്കുഴപ്പത്തിൽ നിന്നും നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പാൻഷൻ കിട്ടുന്നു. അങ്ങനത്തെ ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് കിട്ടുന്നു മാസാവസാനം. ഇനി നമുക്ക് കരിയർ വൈസുള്ള റീഡിങ് നോക്കാം. 3 of Wands പറയുന്നത് ചില നല്ല അവസരങ്ങൾ തേടിവെത്തും. നിങ്ങൾ നേരത്തെ ചെയ്തിരിക്കുന്ന എഫേർട്സൊക്കെ ഫലം കാണാൻ തുടങ്ങും. ചിലർക്ക് ചിലപ്പോൾ അതൊരു ഫോറിൻ ജോബായിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ പ്രോജക്റ്റിലേക്കുള്ള ഒരു മാറ്റവുമായിട്ടോ ഒക്കെ ആയിരിക്കും. എന്നാലും ചിലർക്ക് ഇതൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം തുടക്കത്തിലെ പറഞ്ഞല്ലോ നിങ്ങൾക്കൊരു ഇമോഷണൽ ഫാറ്റിഗൊക്കെ തോന്നുമെന്ന്. അപ്പോൾ ചിലർക്ക് അങ്ങനെ ഒന്ന് തോന്നുന്നത് കൊണ്ട് ഏതെങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയൊക്കെ വരുന്ന സമയത്ത് അത് നല്ലതല്ല എന്ന് അവർക്ക് തോന്നും. അതുകൊണ്ട് അത് വേണ്ടാന്ന് വയ്ക്കും. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് അലേർട്ടായിട്ടിരിക്കുക. പിന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഓവർലുക്ക് കൊണ്ട് തന്നെ ആ ഓപ്പർച്യൂണിറ്റീസ് മിസ്സായി പോകും. നിങ്ങളുടെ ഡിസ്ഇൻട്രസ്റ്റ് കൊണ്ടോ ഡിസ്സാറ്റിസ്ഫാക്ഷൻ കൊണ്ടോ. കാര്യം നിങ്ങൾക്ക് ഒരു മൂഡ് സ്വിങ് വന്ന് ഒരു ഇമോഷണൽ ഫാക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ്. ചിലരുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അങ്ങനെയൊക്കെ വരാം. ഇതിപ്പോൾ എല്ലാവർക്കും ഒരേ ആവണമെന്നില്ല. ഇതിൽ ചില ആളുകൾക്ക് ഇങ്ങനെയും വരാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഈ നൈറ്റ് ഓഫ് വാൺസ് പറയുന്നത് വിശ്വാസത്തോടുകൂടി ആക്ഷൻ ഏറ്റെടുക്കുക. ഈ മാസം ഇനിഷ്യേറ്റ് ചെയ്യാൻ കൂടുതൽ ആക്ഷൻസ് ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു മാസമാണ് ഇത്. ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള മാസമാണ്. നിങ്ങൾക്കിങ്ങനെ സംശയിച്ച് നിൽക്കാനുള്ളതല്ല. അപ്പോൾ ഈ മാസത്തിന് നിങ്ങൾ അങ്ങനെ ഒരു മാസമായിട്ടാണ് കാണേണ്ടത്. ആക്ഷൻ എടുക്കാൻ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ, ഇനിഷ്യേറ്റ് ചെയ്യാനൊക്കെ ഉള്ളതായിട്ട് ഹെസിറ്റേറ്റ് ചെയ്യാനുള്ള മാസമല്ല ഇത്. നിങ്ങൾക്കൊരു കരിയർ അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ യെസ് പറയണം. എപ്പോഴും സേ യെസ് ടു ഓപ്പർച്യൂണിറ്റീസിനോട് യെസ് പറയണം. ആദ്യം നല്ലതല്ല എന്ന് തോന്നുകയാണെങ്കിലും കുറച്ച് റിസ്ക് എടുക്കുക. എന്താണെങ്കിലും വരട്ടെ എന്ന് വിചാരിക്കണം. നിങ്ങളുടെ ഈ ഇമോഷണൽ സ്റ്റാഗ്നേഷൻ അല്ലെങ്കിൽ നിങ്ങളെ വൈകാരികമായ ഒരു മടിയാണ് നിങ്ങളെ പുറകിലോട്ട് വലിക്കുന്നത്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഫീൽ ദ ഫിയർ ആൻഡ് റൈറ്റ് വിത്ത് പർപ്പസ്. അപ്പോൾ നമ്മളെന്തായാലും ഒരു കുതിരപ്പുറത്ത് കയറി ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ ആ ഫിയർ ഫീൽ ചെയ്യണം. പക്ഷേ നമ്മൾ ഒരു ലക്ഷ്യത്തോടെ തന്നെ, ഒരു ഉദ്ദേശത്തോടെ തന്നെ നമ്മൾ റൈഡ് ചെയ്യുകയും വേണം. അടുത്ത നിങ്ങളുടെ ഫിനാൻസ് എങ്ങനെയാണെന്ന് നോക്കാം. എംപ്രസ് പറയുന്നത് ഫിനാൻഷ്യൽ ഗ്രോത്തിനുള്ള സാധ്യത കൂടുന്നു എന്നാണ്. നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങൾ വരുമാനം ഉണ്ടാക്കാനാണ് സാധ്യത. ഈ സമയം എന്ന് പറയുന്നത് ധനമുണ്ടാക്കാനുള്ള ഒരു ഫെർട്ടൈൽ ടൈമാണിത്. 8 of Swords പറയുന്നത് മനസ്സിൽ സംശയം, ഭയം, അതൊക്കെ എന്നാൽ സമ്പത്തിനെക്കുറിച്ച്, സമ്പാദിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ആങ്സൈറ്റി, മനസ്സിൽ സംശയവും ഭയമൊക്കെ ഉണ്ടാക്കുന്നു. അതായത് എനിക്ക് കഴിയുമോ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങളെ തടസ്സപ്പെടുത്തും. യഥാർത്ഥത്തിൽ തടസ്സങ്ങളൊന്നുമല്ല, പിന്നെ എന്താണ്, നിങ്ങളുടെ ചിന്തകളാണ് തടസ്സം. അപ്പോൾ നിങ്ങൾ അത് ഒന്ന് മാറ്റിയാൽ മതി. ഇടയ്ക്കൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ ഈ റീഡിങ്സിലൊക്കെ നെഗറ്റീവായിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ ഇത് വരാൻ പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് കണ്ടുകൊണ്ട് അതിനെ മാറ്റാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മുടെ മനസ്സിനെ ആ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ട് പോരണം. ഇപ്പോൾ മഴ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും?
ഒരു കുട എടുക്കൂലേ അതുപോലെയാണ്. അപ്പോൾ അതാണിപ്പോൾ ഈ എല്ലാ റീഡിങ്ങിലും നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 8 ഓഫ് സോർട്സിൽ ഫിനാൻസിൻ്റെ നമ്മൾ പറഞ്ഞതുപോലെ കുറേ സംശയം മനസ്സിൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറയുന്നില്ല, ഇങ്ങനെ സമ്പാദിക്കാൻ പറ്റുമോ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്തകൾ മാത്രമാണ്, അത് മാത്രം മാറ്റിയാൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. നൈറ്റ് ഓഫ് ഹാൻഡ്സ് പറയുന്നത് ധൈര്യപൂർവ്വമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ്. അതിന് നിങ്ങൾ തയ്യാറാകണം. അപ്പോൾ ഇപ്പോഴുള്ള സ്ഥിതിയിൽ നിന്ന് മുന്നോട്ട് പോകാൻ ഒരു ഇമോഷണൽ ബൂസ്റ്റ് അതാവശ്യമാണ്. അപ്പം മാനസിക തടസ്സങ്ങളൊക്കെ ഒഴിവാക്കി ആത്മവിശ്വാസത്തോടു കൂടി നീങ്ങുക. അപ്പോൾ സമൃദ്ധി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇനി അടുത്ത നമുക്ക് ഹെൽത്തിൻ്റെ റീഡിങ് നോക്കാം. നിങ്ങളുടെ ഒരു മാനസിക മനസ്സിൻ്റെ നില നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ മനസ്സിനെ സ്ട്രെസ് ഫ്രീ ആക്കി വയ്ക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. യോഗ, മെഡിറ്റേഷൻ, നമ്മൾ എന്ത് സ്പിരിച്വൽ പ്രാക്ടീസസൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ ചെയ്യണം. നമുക്ക് വേണ്ടി തന്നെ കുറച്ച് പ്രയോറിറ്റി കൊടുക്കണം. ഒരു കുറച്ച് മീ ടൈം കണ്ടെത്തണം. 4 ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾക്കൊരു ലോ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സ്റ്റാഗ്നേഷൻ, ഒരു ഉന്മേഷമില്ലായ്മ, തളർച്ച അതൊക്കെ ഫീൽ ചെയ്യും. അതുകൊണ്ട് എന്ത് ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? നിങ്ങൾക്ക് ഒരു ഡൈജഷൻ ശരിയാകില്ല, ഉറക്കമൊന്നും ശരിയാകാതിരിക്കും. അപ്പോൾ അതിനെയൊക്കെ ബാധിക്കും. അങ്ങനെ അതിൻ്റെ ഫലമായിട്ടൊരു ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും. അപ്പോൾ മുടി കൊഴിച്ചിലും ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ യോഗയൊക്കെ ചെയ്യുക. 8 ഓഫ് സോർട്സ് പറയുന്നത് നിങ്ങൾക്ക് ആങ്സൈറ്റി, നെഗറ്റീവ് തിങ്കിങ് ഇതൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ പുറകോട്ട് വലിക്കും. പേജ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളുടെ എനർജി റീഗെയിൻ ചെയ്യുക. അപ്പോൾ പിന്നെ എല്ലാം നെഗറ്റീവ്സ് എല്ലാം പോസിറ്റീവായിട്ട് മാറും. നിങ്ങളുടെ ഇമോഷൻസൊക്കെ കണക്റ്റ് ആകും. അപ്പോൾ നിങ്ങൾക്കൊരു ഹെൽത്തിനെ പറ്റിയുള്ള ഒരു ഗൈഡൻസ് തരേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ തുടർച്ചയായിട്ടുള്ള ഈ ഇമോഷണൽ ഫാറ്റീഗിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അത് നിങ്ങളെ മെൻ്റലി കുറച്ചുകൂടെ ഹൈ ആയിട്ട് വെക്കാനായിട്ട് യോഗ, മെഡിറ്റേഷൻ പോലെ ചെയ്യുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന ജപം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. മെഡിറ്റേഷൻ, സ്പിരിച്വൽ പ്രാക്ടീസസ് അതൊക്കെ ചെയ്യാം. പിന്നെ കുറച്ച് ലൈറ്റായിട്ടുള്ള ആഹാരം കഴിക്കുക. സ്ട്രെസ് വരുമ്പോൾ നമുക്ക് കൂടുതൽ ആഹാരം കഴിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പം ആഹാരമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് സമയം ഏതെങ്കിലും ഒരു വാട്ടർ ബോഡീസിനടുത്തുകൂടെ ചിലവഴിക്കുക. അതായത് ഒരു ബീച്ചിൽ പോയിരിക്കുക, പുഴയുടെ കായലിൻ്റെയൊക്കെ അടുത്തൊന്ന് പോയി നിൽക്കുക. കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യുക. പിന്നെ ബോഡിയെ ഒന്ന് ചെറുതായിട്ട് മൂവ് ചെയ്യിക്കുക. അതിപ്പോൾ എങ്ങനെയാണ്? കുറച്ച് ഡാൻസ് ചെയ്യുക, വാക്കിംഗ്, യോഗ അതൊക്കെ ചെയ്യാം. അത് നിങ്ങളുടെ എനർജി റിസ്റ്റോർ ചെയ്യും. പിന്നെ അതും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങളുടെ ആങ്സൈറ്റി കുറയ്ക്കാനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒരു ഇത് ഉപയോഗിക്കുക, ഹെൽപ്പ് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് ഫ്രണ്ട്സുണ്ട് എന്നെ കെയർ ചെയ്യാനും ഒക്കെ എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടാകും. ഈ മാസം ശരിക്കുള്ള പ്രശ്നം ആങ്സൈറ്റി തന്നെയാണ്, നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നത് തന്നെയാണ്. അത് നിങ്ങൾ തന്നെ മാനേജ് ചെയ്യണം. ഇനി അടുത്ത് നമുക്ക് റിലേഷൻഷിപ്പ് നോക്കാം. സിംഗിളായിട്ടുള്ളവർക്ക് പേജ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളോട് ഇഷ്ടമുള്ള ഒരാളുടെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു പ്രപ്പോസലൊക്കെ വരാൻ സാധ്യതയുണ്ട്. 4 ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾക്ക് നേരത്തെ അല്ലെങ്കിൽ ഒരു പഴയ ഒരു അനുഭവം ഉണ്ടായതിൽ നിന്ന് അത് മനസ്സിലെ വളരെ ആഴത്തിലൊരു മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ആ ഒരു പരാജയത്തിൽ നിങ്ങൾക്ക് ഒരു പുതിയ ഒരു മെസ്സേജോ പ്രപ്പോസലോ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. ആ പഴയ ഒരു കാര്യം മനസ്സിന് ആ ഒരു ബിറ്റർ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഒരു നല്ല അവസരമായിരിക്കും നഷ്ടപ്പെടുത്തുന്നത്. ഒരു കാര്യം ഓർക്കുക, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ലവ് ഷോ അപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ആലോചിച്ച് ഇൻറ്റ്യൂറ്റീവായിട്ട് തീരുമാനമെടുക്കുക. ഇനി റിലേഷൻഷിപ്പിലുള്ളവർക്കായിട്ട് നിങ്ങളുടെ പാർട്ട്നേഴ്സുമായിട്ട് നിങ്ങൾക്ക് വൈകാരികമായിട്ടുള്ള ഒരു അകൽച്ച ഉണ്ടായേക്കാം. അത് സ്നേഹക്കുറവ് കൊണ്ടല്ല. അപ്പോൾ ചിലപ്പോൾ ഒരു അൺസ്പോക്കൺ ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു ഇമോഷണൽ എന്താ പറയുക, ഒരു മുരടിപ്പുണ്ടായിരിക്കാം, പറയാൻ പറ്റാത്തൊരു കാര്യം. അതായത് ഈ പറഞ്ഞതുപോലെ
ഒരു അകൽച്ച സ്നേഹം കൊണ്ടല്ല എന്ന് പറഞ്ഞില്ലേ, ചിലപ്പോൾ ചില കാര്യങ്ങൾ ചിലർ തുറന്ന് പറയില്ല. നിങ്ങളുടെ പാർട്ട്ണറുടെ സ്നേഹസൂചനകളെ നിങ്ങൾ സ്ഥിരമായിട്ട് കാണാതെ പോവാം. അതുകൊണ്ടാണ് ഈ ഒരു തരം ശൂന്യത അനുഭവപ്പെടേണ്ടത്. അപ്പോൾ നൈറ്റ് ഓഫ് വാൺസ് പറയുന്നത്, ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുക, അർഹിക്കുന്ന പരിഗണന നിങ്ങളുടെ പാർട്ട്ണർക്ക് നൽകുക. ഇത് നിങ്ങളുടെ ബന്ധത്തെ കുറച്ചുകൂടി ഊഷ്മളമാക്കും. പേജ് ഓഫ് കപ്സ് പറയുന്നത്, മനസ്സിൽ പുതിയൊരു ആഗ്രഹം ഉദയം ചെയ്യുന്നു. അത് നിങ്ങളെ ആത്മപരിശോധനയിലേക്ക് നയിക്കുന്നു. എംപ്രസ് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാ തുറകളിലും ഒരു വളർച്ച ഉണ്ടാകും, ഒരു ഇമ്പ്രൂവ്മെൻറ്റിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് നേടാനായിട്ട് ധൈര്യവും നിങ്ങളുടെ ഒരു ആക്ഷനും ആവശ്യമാണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ മാസത്തേക്കുള്ള റീഡിങ്. അപ്പം നമുക്ക് കരിയറിൻ്റെ എല്ലാം ആകപ്പാടെ എല്ലാം കൂടെ ഒന്ന് പറയണേ. കരിയറിൽ നിങ്ങളുടെ മുൻ ശ്രമങ്ങൾക്ക് ഫലം കിട്ടുന്നു, കൂടുതൽ ആക്റ്റീവാകുന്നു. ഫിനാൻസിൽ ധൈര്യത്തോടു കൂടി പുതിയ വരുമാന മാർഗ്ഗങ്ങൾ പരീക്ഷിക്കേണ്ട സമയമാണ്. ഹെൽത്ത് പറയുകയാണെങ്കിൽ മനസ്സിന് കുറച്ച് ക്ലാരിറ്റി വരുന്നു, മാനസിക സംതൃപ്തി ഉണ്ടാക്കുന്നു. റിലേഷൻഷിപ്പിൽ പറയുകയാണെങ്കിൽ ഹൃദയത്തിൽ നിന്ന് ഒരു തുറന്ന സമീപനം നിങ്ങൾ സ്വീകരിക്കുന്നു. ഇതൊക്കെയാണ് ഈ ജൂലൈ മാസത്തിലുള്ള റീഡിംഗ്. അടുത്തൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ജൂലൈ മാസം ആശംസിക്കുന്നു.